വിജയകുമാർ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ? മണിക്കൂർ 1 മണി മുതൽ 2-2.5 മണിക്കൂർ നീണ്ട പൊതുദർശനം. 3 മണിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. അത് പിന്നീട് കുറച്ചു സമയം കൂടി നീട്ടുകയായിരുന്നു. നമ്മൾ ഈ പറയുന്ന മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന ഈ സമയത്തും വലിയ ജനക്കൂട്ടം, ജനസഞ്ചയം എന്ന് നമുക്ക് പറയാം, അവരിവിടെ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇനിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, 2 മക്കളും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി കുറച്ചു സമയം എന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇനി ഉദയംപേരൂരിലേക്ക് കൊണ്ടുപോകണം. പോലീസ് ഒരു കാര്യം അറിയിച്ചത്, പോകുന്ന റൂട്ട് അങ്ങേറ്റം ഗതാഗതക്കുരുക്കുള്ള ഒരു ഭാഗമാണ്. അങ്ങനെ വലിയ റോഡ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഗതാഗതക്കുരുക്ക് വൈകുന്നേരം ആവുമ്പോഴേക്ക് കുറെ കൂടി സങ്കീർണമാകും. അതിനു മുമ്പ് ഈ ആംബുലൻസിന് കടന്നു പോകണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ വഴി ഈ സമയത്ത് ഈ ഒരു പ്രവൃത്തി ദിവസം ഈ വൈകുന്നേരം 4 മണിക്ക് യാത്ര എന്നത് വലിയ ദുഷ്കരമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് വിലാപയാത്ര കടന്നു പോകുന്ന വഴി യാത്ര ദുഷ്കരമായതുകൊണ്ടാണ് കുറച്ചു സമയം കൂടി ഇവിടെ 4 മണി വരെയാണ് ഇവിടെ പൊതുദർശനം നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ അത് പോലീസിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നേരത്തെ അവസാനിപ്പിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കണ്ടനാടേക്ക്, ഉദയംപേരൂരിലേക്ക് യാത്രയാണ്. ആ യാത്ര അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾക്ക് മാത്രമായി അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ എന്ന് വെച്ച് വേണമെങ്കിൽ നമുക്ക് കുടുംബാംഗങ്ങൾ മാത്രമായിരിക്കും ഇനി ആ ചടങ്ങിൽ പങ്കെടുക്കുക. മാധ്യമപ്രവർത്തകരോടൊക്കെ അല്പസമയം, കുറച്ചു സമയം അവിടെ നിന്ന് വീടിന്റെ പരിസരത്തും മാത്രമായി നിൽക്കണമെന്നൊരു നിർദ്ദേശം കുടുംബാംഗങ്ങൾ സ്നേഹത്തോടെ നൽകിയിട്ടുണ്ട്. നമ്മളത് പൂർണ്ണമായും അനുസരിക്കുകയും ചെയ്യുന്നു. രാവിലെ ഏതാണ്ട് 8:45 അദ്ദേഹത്തിന്റെ മരണവിവരം അറിഞ്ഞതു മുതൽ ഒഴുകിയെത്തുന്ന ജനക്കൂട്ടമാണ്. എല്ലായിടത്തും നമ്മൾ അവരെ കാണുന്നുണ്ട്. ഇവിടെ എറണാകുളത്ത് ടൗൺ ഹാളിൽ എത്തുമ്പോഴും അതിനൊരു കുറവും ഒരു ശമനവും ഉണ്ടായില്ല. നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ടൗൺ ഹാളിലേക്കും എത്തിയത്. ഇവിടെ അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ഒക്കെ സജ്ജമാക്കിയിട്ടിരിക്കുകയാണ്. ആ ജനക്കൂട്ടത്തിനിടയിലൂടെ, ടൗൺ ഹാളിന് ഇരുവശത്തുമായി കാത്തു നിൽക്കുന്നവരുടെ ഇടയിലൂടെയാണ് അദ്ദേഹത്തെ അല്പസമയത്തിനകം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് വിലാപയാത്ര എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. ആംബുലൻസ് ഇവിടെ നിന്ന് അവിടേക്ക് പോകും, കണ്ടനാടേക്ക് പോകും. നാളെ രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ്. നേരത്തെ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം അക്കാര്യം അറിയിച്ചിരുന്നു. പിന്നീട് അതൊരു ഉത്തരവ് എന്ന രൂപേണ ഇറക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ നടൻ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ, സംവിധായകർ, നിർമ്മാതാക്കൾ, തിരക്കഥാകൃത്തുക്കൾ, ശ്രീനിവാസനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന നൂറുകണക്കിന് ചലച്ചിത്ര പ്രവർത്തകർ, അങ്ങനെ വലിയ ഒരു നിര അദ്ദേഹത്തിന്റെ സൗഹൃദ വൃന്ദത്തിലുണ്ട്. അവരെല്ലാവരും ഇവിടെ അദ്ദേഹത്തെ കാണാനായി, ശ്രീനിവാസനെ കാണാനായി ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ നടൻ ദിലീപ് അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. അദ്ദേഹം ഈ സമയം വരെ ഇവിടെ ഉണ്ടായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഇവിടെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അവരും പിരിഞ്ഞു. സത്യൻ അന്തിക്കാടാണ് ആദ്യന്തം ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം വളരെ വേദനയോടുകൂടി ശ്രീനിവാസനുമായുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു, ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇവിടെ എത്തുമായിരുന്നു സത്യൻ അന്തിക്കാട്. ഇവിടെ എത്തി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ ഒന്ന് ഊർജ്ജസ്വലനാക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം മുഴുവൻ സംസാരിക്കുന്നതിനും ശ്രീനിവാസന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, മടിയുണ്ടായിരുന്നില്ല. ഒരു സംസാരപ്രിയൻ കൂടിയായിരുന്നു അദ്ദേഹം. വേദികളിൽ സംസാരിക്കുന്നതിലൊക്കെ സമയമൊന്നും നോക്കാതെ അദ്ദേഹം ഈ തിരക്കുകൾക്കിടയിലും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഒക്കെ ആളുകളുമായി, ആൾക്കൂട്ടവുമായി പങ്കുവയ്ക്കുന്നതിൽ തെല്ലും മടിയുള്ള ആളായിരുന്നില്ല. ആ നിലയിൽ ശ്രീനിവാസൻ
അവരുടെ കുടുംബാംഗങ്ങളുടെ മാത്രമല്ല സുഹൃത്തുക്കളുടെയും എപ്പോഴും പ്രിയപ്പെട്ട ഒരാളായിരുന്നു. വേദികളിൽ തൻ്റെ അഭിപ്രായം യാതൊരു സങ്കോചവും ഇല്ലാതെ പറയാൻ ശ്രീനിവാസന് കഴിയുമായിരുന്നു. അത് പിന്തുണച്ചാലും ഇല്ലെങ്കിലും, അതിന് പിന്തുണ കിട്ടിയാലും ഇല്ലെങ്കിലും ശ്രീനിവാസൻ തനിക്ക് പറയാനുള്ളത് പറഞ്ഞാണ് പോകാറുള്ളത്. അതിനെ അങ്ങേയറ്റം ജനാധിപത്യ ബോധത്തോടുകൂടി അത്തരം അഭിപ്രായങ്ങളെ കേൾക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുമായിരുന്നു. ദൃഢമായ ജനാധിപത്യ ബോധമായിരുന്നു ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര പ്രവർത്തകന്റെ കാതൽ. അദ്ദേഹത്തിന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു ആ ജനാധിപത്യ ബോധം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമെന്നും അല്ലെങ്കിൽ അരാഷ്ട്രീയമെന്നും വിമർശകർ വിമർശിക്കാറുള്ള വിലയിരുത്താറുള്ള സിനിമകളിലൊക്കെ നമ്മൾ ആ ജനാധിപത്യ ബോധം കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ, അദ്ദേഹം കഥ എഴുതി അദ്ദേഹം തന്നെ ചെയ്ത കഥാപാത്രങ്ങളിലൊക്കെ ഈ പറയുന്ന നമ്മൾ ആ ജനാധിപത്യ ബോധം പ്രകടമായി കണ്ടിട്ടുള്ളതാണ്. ആ നിലയിൽ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അതിൻ്റെ മുഴുവൻ സമയത്തും ആ തികഞ്ഞ ജനാധിപത്യ ബോധം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും പറയാറുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അദ്ദേഹം വേദികളിൽ അഭിപ്രായം പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അതിന് യാതൊരു തരത്തിലുള്ള സങ്കോചവും കൂടാതെ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വിശദീകരിക്കുമായിരുന്നു. അതിനോടുള്ള മറുപടി എത്ര കഠിനമാണെങ്കിലും എത്ര കഠോരമാണെങ്കിലും അത് കേൾക്കാനും അതിന് ജനാധിപത്യ രീതിയിൽ മറുപടി പറയാനും ശ്രീനിവാസൻ കഴിയുമായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പറയുന്ന എറണാകുളം ടൗൺ ഹാളിൽ അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയവരുടെ നീണ്ട നിര ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് മുഴുവൻ ഇടത്തരക്കാരായ സാധാരണക്കാരായ ആളുകളാണ്. ഇവിടെയുള്ള എറണാകുളത്തുള്ള സാധാരണക്കാരായ വീട്ടമ്മമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ആൾക്കൂട്ടമായിരുന്നു അദ്ദേഹത്തെ കാണാനെത്തിയത്. കാരണം അവരുടെ ജീവിതമാണ് പലപ്പോഴും ശ്രീനിവാസന്റെ സിനിമകളുടെ കഥയായിരുന്നു. ശ്രീനിവാസൻ എഴുതിയ കഥകളിലും തിരക്കഥകളിലും ഒക്കെ അത്തരക്കാരാണ് നമ്മൾ കാണുകയും അവരെ അനുഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയ ഏടുകളായിരുന്നു ശ്രീനിവാസന്റെ സിനിമകൾ. അതുകൊണ്ടാണ് കഥാപാത്രവും ആ പ്രേക്ഷകനുമൊക്കെ ഒരേ മാനസികാവസ്ഥയിൽ ആ സിനിമയിൽ ഉണ്ടായത്. അതുതന്നെയാവാം സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ഇവിടേക്ക് ഒഴുകിയെത്തിയത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഉദയംപേരൂർ എന്ന ഗ്രാമം ഒന്നാകെ എത്തുന്നത് ആ വലിയ കലാകാരന് ഒരു നാട് നൽകുന്ന പരിഗണന, സ്നേഹം, ഊഷ്മളമായ ഹൃദയ ബന്ധം അത് തെളിയിക്കുന്നതാണ്. നമ്മൾ ഈ യാത്ര അദ്ദേഹത്തിന്റെ വിലാപയാത്ര ടൗൺ ഹാളിൽ നിന്ന് വീണ്ടും ഉദയംപേരൂരിലേക്ക് കണ്ടനാടേക്ക് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.